വിദ്യാർത്ഥികൾക്കായി തോപ്പുംപടി 11ാം ഡിവിഷൻ കൗൺസിലർ ഷീബ ഡ്യൂറോമിന്റെ നേതൃത്വത്തിൽ കരുതൽ 2025 എന്ന പേരിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. 500-ലധികം വിദ്യാർത്ഥികൾക്കായി നടത്തിയ പഠനോപകരണ വിതരണം കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരസഭ തോപ്പുംപടി 11ാം ഡിവിഷൻ കൗൺസിലർ ഷീബ ഡ്യൂറോമിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കരുതൽ 2025 പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. ഡിവിഷനിലെ 500-ൽ പരം വിദ്യാർത്ഥികൾക്കായി നടത്തിയ പഠനോപകരണ വിതരണം കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. പുതിയ പഠനോപകരണങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടാവും. പുതിയ സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോകുമ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന സമീപനം. ഈ പ്രാവശ്യം നമുക്കൊരു പ്രത്യേകത കൂടിയുള്ളത്, നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മുടെ ജില്ലയിൽ തന്നെ 100% മാർക്കോടെ പാസ്സായിട്ടുള്ള ഏക വിദ്യാലയം. കൈയടിക്കല് നിങ്ങളൊക്കെ കുറേ പേര് പഠിക്കണ്ടാവും. അപ്പോൾ ജില്ലയിൽ 100%-ഓടെ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന വിദ്യാലയമായി സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കും. കൗൺസിലർ ഷീബ ഡ്യൂറോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ടോമി ചമ്പക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. കരുതൽ 2025 നമ്മുടെ ഡിവിഷനിലെ കുട്ടികൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ കുട്ടികളും നാളെ ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം പഠിച്ച് എക്സാം എഴുതി റിസൾട്ട് വന്നു. 1ാം ക്ലാസ്സിലേക്ക് പുതിയതായ കുട്ടികൾ അവരുടെ പുതിയൊരു അധ്യയനം ആരംഭിക്കുന്നു. 10ാം ക്ലാസ്സിലായ കുട്ടികൾ അവരുടെ ഈ ഒരു അധ്യയന വർഷം 10ാം ക്ലാസ് കഴിഞ്ഞ് അവരുടെ ജീവിത വിജയത്തിലേക്കുള്ള +1, +2 തലത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. അതിനിടയിലുള്ള 1 മുതൽ 10 വരെയുള്ള കുട്ടികളെയാണ് എല്ലാ വർഷവും, ഈ 5ാം വർഷമാണത്, എല്ലാ വർഷവും ഈ ഒരു കരുതൽ പരിപാടിയിലൂടെ ഇവിടെ ആദരിക്കപ്പെടുന്നത്. കൊച്ചുമക്കളുടെ എല്ലാവരുടെയും ഡ്യൂട്ടി അത് തന്നെയാണ്. വളരണമെങ്കിൽ വായിക്കണം, പഠിക്കണം. നിങ്ങൾ നല്ലപോലെ പഠിക്കാനുള്ള സാഹചര്യമാണ് നമ്മുടെ കൗൺസിലർ ഒരുക്കി തരുന്നത്. പഠനോപകരണങ്ങൾ നൽകുക വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കൊച്ചുനാളിൽ പഠിച്ച സമയത്ത് ഇതേപോലെയൊക്കെ കിട്ടിയെന്ന് വെച്ചെങ്കിൽ നല്ല രീതിയിൽ ഉന്നതിയിലേക്ക് എത്താമായിരുന്നു. കാരണം പുസ്തകം മേടിക്കാൻ പോലും കഴിവില്ലാത്ത ഒത്തിരിയേറെ വ്യക്തികളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സാഹചര്യം ഒരുക്കി തരികയാണ്. പഠിക്കാൻ കഴിവുള്ള നല്ല മിടുക്ക പിള്ളേരാണ് നിങ്ങളെല്ലാവരും. ഞങ്ങളെപ്പോലെയൊന്നുമല്ല, പഠിക്കാൻ നല്ല കഴിവുള്ള പിള്ളേരാണ് ഇപ്പോഴെല്ലാം എല്ലാവരും. ഇത് നിങ്ങൾ നല്ലപോലെ പഠിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. SNDP യൂണിയൻ കൊച്ചി താലൂക്ക് സെക്രട്ടറി ഷൈൻ കൂട്ടുങ്കൽ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തോപ്പുംപടി യൂണിറ്റ് പ്രസിഡന്റ് SA ലത്തീഫ്, ADS ചെയർപേഴ്സൺ AG അനില, വാലുമൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി രാധാകൃഷ്ണൻ, സംഗീത റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് CP സേവ്യർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.